ഗ്രീൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് അതിൽ പാക്കറ്റ് പൊട്ടിച്ച് ചെക്ക് ചെയ്ത് ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്താണ് ഞാൻ കാണിച്ചു തരാം ഐറ്റം എന്താണെന്നുള്ളത്. ഇതാണ് ഐറ്റം, അതായത് ഒരു ഫിഷിംഗ് റോഡും റീലുമാണ്. ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് ഏകദേശം ഓഫർ കഴിയുമ്പോഴത്തേക്ക് ഒരു 1800 രൂപ അടുത്ത് വില വരുന്ന ഫിഷിംഗ് റോഡും റീലുമാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ആക്സസറീസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ലൈൻ കിട്ടിയിട്ടുണ്ട്, 500 മീറ്ററിൻ്റെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയത് ഒരു റോഡാണ്, ഫിഷിംഗ് റോഡുണ്ട്. ഫിഷിംഗ് റോഡിൻ്റെ അറ്റത്തൊരു ക്യാപ്പോട് കൂടിയാണ് അത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ ഫിഷിംഗ് റീൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു സ്പിന്നർ സ്പൂൺ എന്ന് പറഞ്ഞൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഫിഷിനൊക്കെ അട്രാക്റ്റ് ചെയ്ത് നേരെ ഇവിടെ ഒരു 3 ഹുക്ക് വരും, ഹുക്കോട് കൂടി വരും. അതല്ലെങ്കിൽ ഇവിടെ ഫുഡ് വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് കൊളുത്തിയിട്ട് ചൂണ്ടയുടെ അറ്റത്ത് കൊളുത്തിട്ട് നമ്മൾ വലിച്ചു കഴിയുവാണെങ്കിൽ ഫിഷ് വന്ന് ഇവിടെ ബൈറ്റ് ചെയ്യുകയും ഇതൊരു തിളങ്ങുന്ന ഇതായതുകൊണ്ട് ഫിഷ് കയറി അട്രാക്റ്റ് ചെയ്ത് പെട്ടെന്ന് ഈ ചൂണ്ടയിൽ ഉടക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഫിഷിനെ നമുക്ക് പിടിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ഒരു ഐറ്റം. പിന്നെ നമുക്ക് കിട്ടിയതൊരു ഫ്രോഗാണ്. ഇതാണ് ഫ്രോഗ്. ഈ ഫ്രോഗിൽ വന്നിരിക്കുന്നത് 2 ചൂണ്ടകളാണ്. ഒരു ചൂണ്ട ഇവിടെ വരും, അതുപോലെ തന്നെ മറ്റേ ചൂണ്ട ഇവിടെയായിട്ടും വരും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഈ വരാൽ പോലുള്ള മീനുകളൊക്കെ ഇത് നമ്മൾ ഈ ഫ്രോഗിനെ ഇട്ട് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വന്ന് പിടിക്കുകയും അത് ഇതിൽ പെട്ടെന്ന് കയറി കുടുങ്ങുകയും ചെയ്യും. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രോഗ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് മറ്റൊരു ആക്സസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷാണ്, ഫിഷിൻ്റെ ലൂറാണ്. ഇത് കണ്ടോ, ഇതിൽ മൊത്തം വന്നിരിക്കുന്നത് 6 ചൂണ്ട ഇതിലുണ്ട്. അപ്പം നമുക്ക് മേളിലാണ് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വലിയ മീനുകൾ ചെറിയ മീനൊക്കെ പിടിക്കാനായിട്ട് വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് കയറി ഇതിനെ ബൈറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കൊടുങ്ങ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐറ്റം ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫിഷിൻ്റെ ശരിക്കും ഒരു ഒറിജിനൽ ഫിഷിൻ്റെ ഏകദേശം പോലിരിക്കും ഡിസൈനും കാര്യങ്ങളും, അതിൻ്റെ കണ്ണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ റബ്ബറിൻ്റെ ഒരു ഫിഷാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഫിഷ് ഇങ്ങനെ പോകുന്നതായിട്ടൊരു ആക്ഷൻ കിട്ടും. അപ്പോൾ ഈ ചെറിയ ഫിഷാണെന്ന് ഓർത്ത് ഇതിനെ കയറി ബൈറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഫിഷിനെ പിടിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു കിട്ടിയിരിക്കുന്ന ഒരു 5 എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5 ഫിഷിനെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ വന്നിരിക്കുന്നത് കുറച്ച് വെയിറ്റ് വന്നിട്ടുണ്ട്. വെയിറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചൂണ്ടയൊക്കെ എറിയുമ്പോഴത്തേക്ക് ദൂരെ പോകാനായിട്ടുള്ള ഈ വെയിറ്റ് സഹായിക്കും. അപ്പോൾ അതിനുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ, എനിക്കൊന്ന് ഫ്ലോട്ടായിട്ട് പൊങ്ങിക്കിടക്കുന്ന വേണ്ടി തന്നിരിക്കുന്ന സാധനമാണ്. ഇതും ചെറിയ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റമാണ്. അപ്പം ഇത് നമ്മൾ ഈ ലൈനിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നൊക്കെ അറിയാനായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അതൊരു 4 എണ്ണം തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂണ്ടകൾ തന്നിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടോ നോക്കാം. 1 2 3 4 5 ചൂണ്ടകൾ തന്നിട്ടുണ്ട്. അത് 5 ചൂണ്ട എനിക്ക് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 5 ചൂണ്ട നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ചൂണ്ട ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു സാധനം കൂടി തന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് അറിയില്ല. ഏക്കാലം ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ ഫിഷിനെ ഇങ്ങനെ ഇടേണ്ടത്. ഇതിന് മുകളിലേക്ക് ഇതുവഴി ഇങ്ങനെ കയറ്റിയിടുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്കായിട്ട് ഞാനിവിടെ ഒരെണ്ണം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇടേണ്ടത്. ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ജസ്റ്റ് ഫിഷിനെ കയറ്റിയിട്ട് നമുക്കിങ്ങനെ കയറ്റിയിടാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ വഴി ഇങ്ങനെ ഇട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ കാണിക്കാം. ഇതിൽ ഓൾറെഡി
നമുക്കൊരു റീലിൽ തന്നെ ഓൾറെഡി നമുക്ക് ഇതോടുകൂടിയാണ് വരുന്നത്. റീലിൽ തന്നെ ഒരു ഇത് വരുന്നുണ്ട്. ഒരു ചൂണ്ട ഓൾറെഡി കണക്ട് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുമ്പോൾ സൗഗായി ലാങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഇത് വരുന്നത്, വന്നിരിക്കുന്നത്. അപ്പം ഇതാണ്. അതുപോലെ തന്നെ അറ്റത്തൊരു ക്യാപ്പുണ്ട്. നമുക്കൊരു ക്യാപ്പോടുകൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാപ്പ് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും നീളമുണ്ട് ഇതിന്. ഏകദേശം ഒരു 8 അടിയോളം നീളം ഇതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇടുക. ഇത് ഇവിടെ ആണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. നമ്മൾ താത്തതിന് ശേഷം ഇതിപ്പം ലൂസായി കിടക്കുന്നതുകൊണ്ടാണ്. അറ്റത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കറക്കി നമുക്കിതിനെ ഇങ്ങനെ അടുത്തടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, പച്ച കളറിലെ അറ്റത്ത് വരുന്നത് കാണാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ റീല് നമ്മൾ കറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, വേറൊരു ലോക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിലും നമുക്ക് കറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഫിഷ് ഇവിടെയാണ് നമ്മൾ ഈ ഫിഷ് വെയിറ്റ് കൂടുതലുള്ള ഫിഷാണ് അറ്റത്ത് വിടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇതുണ്ട്, നമുക്കൊരു ഇതുണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ലോക്ക് സംവിധാനം കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ച് നമുക്കിത് ലൂസാക്കുകയോ ടൈറ്റ് ആക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം ഡ്രാഗ് എന്ന് പറയും ഇതിന്, ഡ്രാഗ്. അപ്പോഴത്തേക്കും നമുക്കിത് ലൂസാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിനെ കുറച്ചുകൂടി ദൂരം നമ്മൾ ഓടിപ്പിച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഫിഷ് കുറേ ദൂരം ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതിനെ അടുപ്പിക്കാനായിട്ട് കഴിയും. കാര്യം നമ്മൾ ഡയറക്റ്റ് ഇത് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓടിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റീലല്ല, ഒരു ചെറിയൊരു റീലാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ 50 ഈ പറഞ്ഞിരിക്കുന്ന 500 മീറ്റർ ഒന്നും ലൈനൊന്നും നമുക്ക് 500 മീറ്ററിലൂടെ കിട്ടിയെങ്കിൽ ലൈനൊന്നും ഫുള്ളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു 100 മീറ്ററൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ റീല് എന്ന് പറയുന്നത്. റീല് നമുക്കൊന്ന് പിടിപ്പിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്ന സാധനം. നമ്മൾ ഇതുകൊണ്ടൊരു ഫിഷിംഗ് വീഡിയോ വൈകാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ തന്നെ നല്ല അതൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് യൂസ് ചെയ്ത്. അപ്പോൾ ഈ ചാനലെല്ലാം കണ്ടതിന് അധികം താങ്ക്സ്. അപ്പോഴത്തേക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അൺബോക്സിങ് വീഡിയോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്കിനി ഫിഷ് കിട്ടുമോ ഇല്ലയോ എന്നെല്ലാം നമുക്കിനി ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു, ബൈ.